Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4.1 സെക്ഷൻ ക്ലാസസ് ഓഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് ലെമ്മ 2.4.3. If J is a subinterval of closed interval AB having end point C less than D and if phi j of x equal to 1 for x belongs to J and phi j of x equal to 0 elsewhere in closed interval AB, then phi j of x belongs to R of closed interval AB and integral a to b phi j equal to D minus C. നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു സബ് ഇൻ്റർവെല്ലായിട്ട് ഞാൻ സി ഡി എൻഡ് പോയിൻ്റായി വരുന്ന ഒരു സബ് ഇൻ്റർവൽ, സി ഡി എൻഡ് പോയിൻ്റായി വരുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു സബ് ഇൻ്റർവൽ ഞാൻ കൺസിഡർ ചെയ്യണം. ആ സബ് ഇൻ്റർവെല്ലിൽ ഫൈ ജെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സബ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലെ പോയിൻ്റ് ആണെങ്കിൽ അവിടെ 1 ആയിരിക്കും, അതിലല്ലാത്ത പോയിൻറ്റ്സിലൊക്കെ ഫൈ ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ഫൈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. അതിൻ്റെ റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ജെ ഈക്വൽ ടു ഡി മൈനസ് സി ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. സിൻസ് ജെ ഈസ് എ സബ് ഇൻ്റർവൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി വിത്ത് സി കോമ ഡി ആസ് ഇറ്റ്സ് എൻഡ് പോയിൻറ്റ്സ്, J can be closed or open or semi-closed. That is, J can be closed interval C, D or open interval C, D or closed C, D open or open C, closed D. ഓക്കെ, നമുക്ക് 4 കേസസ് ആയിട്ടാണ് വരുന്നത്. എൻഡ് പോയിൻ്റ് ആയിട്ട് സിയും ഡിയും വരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സബ് ഇൻ്റർവെല്ലും കൂടി ആയിരിക്കണം. അത്രയും 6 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ 4 കേസസ് ആണ് വരുന്നത്. ഒന്ന് ഓപ്പൺ ഇൻ്റർവെൽ ആവാം, ഒന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആകാം, അല്ലെങ്കിൽ സെമി ഓപ്പൺ ആവാം. സെമി ഓപ്പൺ ആവുന്ന 2 കേസസ് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൂഫ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് പ്രൂഫ് ചെയ്യുന്നത്. അതിലെങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ബാക്കി എല്ലാ കേസിലും. ഓക്കെ, ഇനി ഫസ്റ്റ് ലെറ്റ് ജെ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ലെറ്റ് പി ഡോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ വിത്ത് ടാഗ്സ് ടി ഐ ഈക്വൽ ടു 1 to n. Be a tagged partition of closed interval AB with the norm less than delta. From the collections of tags T1, T2, etc. Tn, choose Tj plus 1, etc. Tk such that Ti belongs to closed interval C, D only for j less than or equal to I less than or equal to k. Then phi j of Ti equal to set 1 when j less than or equal to I less than or equal to k, 0 otherwise. ഇത്രയേ ഉള്ളൂ. ജെ എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ സി, ഡി എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് എടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു ടാഗഡ് പാർട്ടീഷൻ പി ഡോട്ട് കൺസിഡർ ചെയ്യാം. ആ പി ഡോട്ടിൻ്റെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ദെൻ അവരുടെ ടാഗ് നമ്മൾ എടുക്കുന്നു. T1, T2, എക്സെട്ര ടി എൻ എന്ന് പറയുന്നതാണ് ടാഗ്. അതിൽ ടി ജെ മുതൽ ടി കെ വരെയുള്ള ടാഗുകളൊക്കെ എടുക്കുന്നത് നമ്മുടെ ഈ ജെ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനുള്ളിലാണ്, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ സി, ഡി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ നമ്മൾ ഫൈ ജി എങ്ങനെ ഡിഫൈൻ ചെയ്യണം? ആ ക്ലോസ്ഡ് ഇൻ്റർവെൽ സി, ഡിയിലുള്ള ടാഗുകൾക്കൊക്കെ 1 ആയിരിക്കും വാല്യൂ വരിക, ബാക്കിയുള്ള ടാഗ്സിനൊക്കെ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റീമാൻ സം കണ്ടുപിടിക്കണം. എസ് ഓഫ് ഫൈ ജെ, പി ഡോട്ട് which is equal to summation I equal to 1 to n phi j of ti into xi minus 1. നമ്മുടെ റീമാൻ സമ്മിൻ്റെ ഡെഫിനിഷൻ നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സമ്മേഷൻ I equal to 1 to j minus 1 phi j of ti into xi minus 1 plus summation I equal to j to k phi j of ti into xi minus 1 plus summation I equal to k plus 1 to n phi j of ti into xi minus 1. എന്താണ് നമ്മളവിടെ അതിൻ്റെ ഉള്ളിൽ സി, ഡിയിൽ വരുന്ന ടാഗുകളുടെ സമ്മേഷൻ സെപ്പറേറ്റ് ചെയ്ത്, അതായത് 3 സബ് ഇൻ്റർവെല്ലാണ് അവിടെ വരാൻ പോകുന്നത്. അത് 3 ഇൻ്റർവെല്ലായിട്ടാണ് നമ്മളിപ്പോൾ സി, ഡി, ജെ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ മാറ്റുകയാണെങ്കിൽ അതൊരു ഇൻ്റർവെൽ അതിന് തൊട്ട് മുന്നിൽ കുറച്ച് പാർട്ട് ഉണ്ടായിരിക്കും, അതിന് ശേഷം ചിലപ്പോൾ കുറച്ച് പാർട്ട് ഉണ്ടായിരുന്നു വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ അറ്റ്മോസ്റ്റ് 3 പാർട്ടായിട്ടായിരിക്കും ആ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ 3 സമ്മാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൽ നടുക്കത്തെ സം എന്ന് പറയുന്നത് നമ്മുടെ
ജെ എന്ന് പറയുന്ന ഇൻ്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സമ്മാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ജെയിൽ വരുന്ന റീമാൻ സമ്മ് മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ 5J ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് ആ ടേം ലാസ്റ്റത്തെയും ഫസ്റ്റത്തെയും ടേം എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇനി 5J ഓഫ് ടി ഐ എന്ന് പറയുന്നത് നമ്മൾ 1 ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂസൊക്കെ നമ്മൾ ആ സമ്മേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? which is equal to 0 plus summation I equal to j to k xi minus 1 എന്ന് വരും. ഓക്കെ, ഇനി I equal to j to k എന്ന് നമ്മളുടെ ആ സമ്മേഷൻ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് സമ്മേഷനിൽ കൊടുക്കാം. അപ്പോൾ എന്താ വരാം? xj minus 1 പ്ലസ് xj plus 1 മൈനസ് xj, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ടേം എന്ത് വരും? xk minus 1. ദെൻ അതിൽ പലതും വെട്ടിപ്പോയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് xk മൈനസ് xj മൈനസ് 1 ആയിരിക്കും. ഇനി നമുക്ക് ഈ xk മൈനസ് xj മൈനസ് 1ൻ്റെ വാല്യൂ എന്തിനേക്കാളും ചെറുതായിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സിൻസ് ടി കെ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. കാരണം എന്താ? നമ്മൾ സി കോമ ഡി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഒരു ടാഗായിട്ടാണ് നമ്മൾ ടി കെനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. എന്നാൽ ടി കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡി ആയിരിക്കും. കാരണം എന്താ? അതിന് കാരണം ഇത് തന്നെയാണ്. നമ്മൾ ക്ലോസ്ഡ് സി കോമ ഡിയിൽ വരുന്ന ടാഗുകൾ ടി ജെ തൊട്ട് ടി കെ വരെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്ന ടാഗുകളൊക്കെ ഈ ഇൻ്റർവെല്ലിന് പുറത്താണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ടി കെ പ്ലസ് 1 സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ഡി ആയിരിക്കും. അപ്പോൾ ടി കെ ബിലോങ്സ് ടു എക്സ് കെ മൈനസ് 1 എക്സ് കെ ആണെന്നും ടി കെ പ്ലസ് 1 ബിലോങ്സ് ടു എക്സ് കെ പ്ലസ് 1 ആണെന്നും കിട്ടും. ഇറ്റ് ഫോളോസ് ദാറ്റ് എക്സ് കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ ടി കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 എന്ന് കിട്ടും. അതിലെ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും മിഡിലും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എന്ത് എഴുതണോ? എക്സ് കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇനീക്വാളിറ്റി ഉണ്ട്. എക്സ് കെ മൈനസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് കെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1. അത് പാർട്ടീഷൻ പോയിൻറ്റ്സ് നമ്മൾ അങ്ങനെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 2ഉം 3യും ഇനീക്വാളിറ്റീസ് പ്രകാരം അതിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? അതായത് ആ നടുക്കത്തെ അവരുടെ ഡിഫറൻസിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്താണ്? നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ഡിയുടെ എക്സ് കെയുടെ മാക്സിമത്തിൽ നിന്ന് ഡിയുടെ മിനിമം കുറയ്ക്കാം. അതായിരിക്കും എക്സ് കെയും ഡിയും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാക്സിമം വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് ഡി ഈസ് ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ മൈനസ് 1. ഇനി ആ എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ മൈനസ് 1ൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം? എക്സ് കെനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് നമ്മളിപ്പോൾ എത്തിയത് ഇവിടെയാണ്. എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ മോഡുലസ് എവിടേക്ക് പോവും? ഈ മോഡുലസ് വാല്യൂ ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ വരും. മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ പ്ലസ് മോഡുലസ് എക്സ് കെ മൈനസ് 1 എന്ന് വരും ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇത് ഇൻ്റർവെലിൻ്റെ ലെങ്ത്താണ്, ഇത് ഇൻ്റർവെലിൻ്റെ ലെങ്ത്താണ് അല്ലേ? അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് പറയുന്നത് നോം പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള പാർട്ടീഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഈ ഓരോ ടേമും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഡെൽറ്റ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ തേർഡ് ഇക്വേഷന് താഴെ നമ്മൾ എഴുതിയിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ഡെൽറ്റ ആയിരിക്കുന്നത്. ഇനി നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 2 ഡെൽറ്റ ലെസ് ദാൻ എക്സ് കെ മൈനസ് ഡി ലെസ് ദാൻ 2 ഡെൽറ്റ. ഓക്കെ, ഇനി ഡിയുടെ ടേം എല്ലായിടത്തും ത്രൂ ഔട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഡി
plus d minus 2 delta. Okay, d minus 2 delta ലെസ് ദാൻ, ഇവിടെ നടുക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡി പോവും, ദെൻ എക്സ് കെ ലെസ് ദാൻ 2 ഡെൽറ്റ പ്ലസ് ഡി എന്ന് വരും. ഓക്കെ, അതാണ് ഫോർത്ത് ഇക്വേഷനായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടി ജെ -1 എന്ന് പറയുന്ന ടേമിലും ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി -2 ഡെൽറ്റ ലെസ് ദാൻ എക്സ് ജെ -1 ലെസ് ദാൻ സി പ്ലസ് 2 ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണു, ഈ ഫോർത്തിൻ്റെയും ഫിഫ്ത്തിൻ്റെയും ആ നടുക്കത്തെ ടേമിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതെന്താ വരാൻ പോണത്, എന്ത് വരും, അതായത് എക്സ് കെ മോഡ്ലെസ് എക്സ് കെ മൈനസ് എക്സ് ജെ -1. ഞാനെന്താ പറഞ്ഞത്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെയുടെ മാക്സിമം വാല്യൂ. എക്സ് കെയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഡി പ്ലസ് 2 ഡെൽറ്റ മൈനസ് എക്സ് ജെ -1ൻ്റെ മിനിമം വാല്യൂ അതെന്താ, സി -2 ഡെൽറ്റ എന്നാണ്. അപ്പോൾ മൈനസ് ഓഫ് -2 ഡെൽറ്റ എന്ന് വരും. അപ്പോൾ സി പ്ലസ് 2 ഡെൽറ്റ എന്ന് വരും. ഓക്കെ, സി പ്ലസ് 2 ഡെൽറ്റ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തെന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരാം, ഡി മൈനസ് സി പ്ലസ് 4 ഡെൽറ്റ എന്ന് വരും. ഇനി എന്ത് ചെയ്യണം, മോഡ്ലെസ് വാല്യൂ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, താഴെ പറയുന്ന ഡി മൈനസ് സി മൈനസ് 4 ഡെൽറ്റ ലെസ് ദാൻ എക്സ് കെ മൈനസ് എക്സ് ജെ -1 ലെസ് ദാൻ ഡി മൈനസ് സി പ്ലസ് 4 ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് കെ മൈനസ് എക്സ് ജെ -1 എന്ന് പറയുന്നത് എന്താണ്, എസ് ഓഫ് 5j, പി ഡോട്ടാണ്. സോ നമ്മളത് അവിടെ എഴുതണം. എസ് ഓഫ് 5j, പി ഡോട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡി മൈനസ് സി മൈനസ് 4 ഡെൽറ്റയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഡി മൈനസ് സി പ്ലസ് 4 ഡെൽറ്റയാണ്. ഇനി അവിടെ മോഡ്ലെസ്, അതായത് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഡി മൈനസ് സി അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി മാറും, ഇനീക്വാളിറ്റി -4 ഡെൽറ്റ ലെസ് ദാൻ എസ് ഓഫ് 5j, പി ഡോട്ട് ലെസ് ദാൻ 4 ഡെൽറ്റ എന്ന് വരും. ദെൻ അവിടെ മോഡ്ലെസ് അപ്ലൈ ചെയ്യണം. മോഡ്ലെസ് ഓഫ് എസ് ഓഫ് 5j, പി ഡോട്ട് മൈനസ് ഓഫ് ഡി മൈനസ് സി ലെസ് ദാൻ 4 ഡെൽറ്റ എന്ന് വരും. The above inequality is true for any tagged partition p dot with a norm less than delta, hence corresponding to any epsilon greater than 0, choosing delta epsilon which is less than epsilon by 4. അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പി ഡോട്ട് എന്ന് പറയുന്ന പാർട്ടീഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മളവിടെ ഡെൽറ്റ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതൊരു എപ്സിലോൺ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യണം. ഡെൽറ്റ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4 അല്ലെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആയിട്ട് എടുക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, മോഡ്ലെസ് ഓഫ് എസ് ഓഫ് 5j, പി ഡോട്ട് മൈനസ് ഓഫ് ഡി മൈനസ് സി ലെസ് ദാൻ 4 ഡെൽറ്റ നമുക്ക് ഡെൽറ്റ എപ്സിലോൺ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തായിട്ട് എടുത്തിരിക്കുന്നത്, ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 അല്ലെങ്കിൽ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4 ആയിട്ട് എടുക്കാം. നമുക്കവിടെ ലെസ് ദാൻ 4 ഇൻറ്റു എപ്സിലോൺ ബൈ 4 എന്നിട്ട് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടി, 5j എന്ന് പറയുന്നത് ഒരു റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്ന് കിട്ടി. ദെൻ അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും, ഇൻറ്റഗ്രൽ എ ടു ബി 5j ഓഫ് എക്സ് വിത്തിൻ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ സി ഡി എന്ന് പറയുന്നത് എന്താ കിട്ടിയിരിക്കുന്നത്, ആ ഇനീക്വാളിറ്റിയിൽ റീമാൻ സമ്മിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡി മൈനസ് സി ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡി മൈനസ് സി. എ സിമിലർ പ്രൂഫ് ക്യാൻ ബി ഗിവൺ ഫോർ ദി 3 other sub-intervals having these endpoints. Alternatively, we observe 5 closed interval c, d equal to 5 open interval c, d which is equal to 5 semi-closed c, d which is equal to semi-closed 5 in open c, d. Which is equal to 5 in semi-closed interval c, d except for a finite number of points. Okay. അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ ബാക്കിയുള്ള ഇൻ്റർവെൽസിലും കേസസിലും നമുക്ക് പ്രൂഫ് കൊണ്ടുപോകാം. അവിടെ എല്ലായിടത്തും അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്ത് തന്നെയാണ് വരാൻ പോണേ, ഡി മൈനസ് സി തന്നെയായിരിക്കും. അതാണ് അവർ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഈ തിയറം ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.